നമസ്കാരം. മാഘമാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ് അമാവാസി. പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയോട് അനുബന്ധിച്ച് ഈ അമാവാസിയുടെ പ്രത്യേകത വർദ്ധിക്കുന്നതുമാണ്. 140 വർഷത്തിൽ ഒരിക്കൽ വരുന്ന അതിവിശേഷാൽ മൗനി അമാവാസിയാണ് നാളെ ചില കാര്യങ്ങൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാളെ ഒരിക്കലും അനാവശ്യമായ സംസാരങ്ങൾ പാടുള്ളതല്ല. അനാവശ്യമായുള്ള സംസാരങ്ങൾ ജീവിതത്തിൽ പലവിധ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണമായി തീരാം. ശ്രദ്ധയോടെ നീങ്ങുക. നാളെ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചും ചില നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് സംഭവിക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് തിഥിയെക്കുറിച്ചാകുന്നു. അമാവാസ്യ തിഥി ആരംഭിക്കുന്നത് ജനുവരി 28, 2025 7:35 അമാവാസ്യ തിഥി അവസാനിക്കുന്നത് ജനുവരി 29 വൈകുന്നേരം അഥവാ സന്ധ്യയ്ക്ക് 6:05 തിഥിയുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകുക. ഇന്നേ ദിവസം പ്രത്യേകിച്ചും വീടുകളിൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. അത് ആ വീടുകൾക്ക് ദോഷമായി ഭവിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം മാനസികപരമായ സമ്മർദ്ദങ്ങൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും കലഹങ്ങൾ, വഴക്കുകൾ തീർച്ചയായും വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും ആ തർക്കങ്ങൾ പരിഹരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. എടുത്തുചാട്ടം, മുൻകോപം, വാശി തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതായ ദിവസം കൂടിയാണ് ഇത്. നഷ്ടങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. കൂടാതെ ഇന്നേ ദിവസം അതിരാവിലെ ഉണർന്ന് വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാകുന്നു. സാധിക്കുന്നവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനോടൊപ്പം ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുവാൻ പ്രത്യേകം ഇന്നേ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. കൂടാതെ ഇന്നേ ദിവസം അതിരാവിലെ വിളക്ക് തെളിയിച്ചതിന് ശേഷം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാകുന്നു. അതിരാവിലെ ഉണർന്ന് പ്രത്യേകിച്ചും രാവിലെ 8 മണിക്ക് മുൻപായി തന്നെ വിളക്ക് വീടുകളിൽ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ബ്രാഹ്മമുഹൂർത്തത്തിൽ തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭം. സാധിക്കാത്തവർ സൂര്യോദയത്തിന് മുൻപോ അതിരാവിലെ 8 മണിക്ക് മുൻപായോ വീടുകളിൽ വിളക്ക് നിർബന്ധമായും തെളിയിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ആൽമരത്തിന്റെ താഴെ നാളെ വിളക്ക് തെളിയിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ദുഃഖ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് സഹായകരമായി തീരും. പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ ഏറ്റവും ശുഭകരമാണ് നാളെ ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നത്. ആൽമരത്തിന് താഴെയായി ഇപ്രകാരം ചെയ്യുവാൻ മറക്കാതിരിക്കുക. നാളെ പുണ്യസ്നാനം നടത്തുന്നത് ഏറ്റവും വിശേഷമാകുന്നു. പുണ്യനദിയിൽ സ്നാനം നടത്തുന്നത് ഉത്തമമാണ്. സാധിക്കാത്തവരാണ് എങ്കിൽ നിങ്ങൾ കുളിക്കുന്നതായ ജലത്തിൽ ഒരു നുള്ള് ഉപ്പിട്ട് കുളിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. പുഴയിൽ കുളിക്കുന്നു എങ്കിൽ അതീവ ശ്രദ്ധ പുലർത്തി മാത്രമേ ആ കാര്യം ചെയ്യുവാൻ പാടൂ. സാധിക്കാത്തവർക്ക് മുൻപ് പരാമർശിച്ച പോലെ തന്നെ വീടുകളിൽ കുളിക്കാവുന്നതാണ്. ഇപ്രകാരം കുളിക്കുന്നതും ഉത്തമമാകുന്നു. നാളെ വ്രതം എടുക്കുന്നവരാണ് എങ്കിൽ ഒരിക്കൽ അല്ലെങ്കിൽ നിർജ്ജല വ്രതം നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് മാത്രം എടുക്കുക. അതിനനുസരിച്ചാണ് എടുക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ നാളെ അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടതായ ദിവസമാകുന്നു. കാരണം അമാവാസിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ നാളെ ഒരല്പം കൂടുതലായ ദിവസമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അപ്രത്യക്ഷമായി ധനപരമായ നഷ്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ഉദര രോഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് അത് പിഴച്ചു പോകുന്നതായ സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. ശത്രുദോഷങ്ങൾ നാളെ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ദൃഷ്ടിദോഷം പോലുള്ള കാര്യങ്ങൾ
പെട്ടെന്ന് ഏൽക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയം എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. മാനസിക സമ്മർദ്ദങ്ങൾ നാളെ നിങ്ങൾക്ക് വളരെയധികം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ടെൻഷൻ പല കാര്യങ്ങളിലും അത് നിങ്ങൾ അനാവശ്യമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ടെൻഷനുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങളുടെ പ്രധാനമായും ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ടതായ ചില സൗഭാഗ്യങ്ങൾ കാര്യ തടസ്സങ്ങളാൽ അല്പം നീണ്ടുപോവുകയോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നാളെ സംഭവിക്കാം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായ ദിവസമാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാരാണ് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രണ്ടാമത്തേതായ നക്ഷത്രം ചതയം നക്ഷത്രമാകുന്നു. മൂന്നാമത്തേതായ നക്ഷത്രം പൂയം നക്ഷത്രവും പൂരാടം നക്ഷത്രവുമാകുന്നു. ഇവർ അല്പമൊന്ന് ശ്രദ്ധ നാളെ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ തിരിച്ചടികൾ നേരിടുവാനുള്ള സാധ്യതകൾ ഇവർക്ക് വളരെ കൂടുതലാകുന്നു. നാളെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും വിശേഷം തന്നെയാണ്. മുൻപ് പരാമർശിച്ചതുപോലെ നിങ്ങൾ ദർശനം നടത്തി വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് തന്നെ ശിവക്ഷേത്രത്തിലെ ഭസ്മം വിഭൂതി വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും അവ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതും വളരെ വിശേഷമാകുന്നു. നാളത്തെ ദിവസം ഈ വസ്തുക്കൾ നിങ്ങൾ അണിയുന്നത് ഏറ്റവും വിശേഷമാണ്. മുൻപ് പരാമർശിച്ചതായ അതായത് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുണ്ട് എന്ന് പരാമർശിച്ചതായ ആ നക്ഷത്രക്കാർ കൈകളിൽ ശിവക്ഷേത്രത്തിലെ ഭസ്മമോ അല്ലെങ്കിൽ അല്പം മഞ്ഞളാണ് എങ്കിലും കയ്യിൽ കരുതുന്നത് വന്നു ചേരുന്ന പല ദോഷകരമായ ഫലങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സഹായകരമായി തീരും. നാളെ പ്രത്യേകിച്ചും ഈ നക്ഷത്രത്തിലുള്ള വ്യക്തികൾ ഈ കാര്യം ചെയ്യുവാൻ മറക്കരുത്. മറ്റ് വ്യക്തികൾ തീർച്ചയായും ഭഗവാന്റെ ഈ വിഭൂതി ഭസ്മമണിഞ്ഞ് ശിവക്ഷേത്രത്തിലിരുന്നാണ് എങ്കിൽ പോലും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് പെട്ടെന്ന് ഫലസിദ്ധി കൈവരുവാൻ സഹായകരമായി തീരും. ഭഗവാന്റെ അനുഗ്രഹം പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരും. കൂടാതെ നാളെ ഭഗവാന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പലരും ദൃഷ്ടിദോഷം മൂലം ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാകുന്നു. നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദൃഷ്ടിദോഷം ഒഴിവാക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. അതിനാൽ തീർച്ചയായും ഞാൻ ഈ പരാമർശിക്കുന്ന രീതിയിൽ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദൃഷ്ടിദോഷത്തെ ഒഴിവാക്കുവാൻ സാധിക്കും. അതിനായി ഏവരും ചെയ്യേണ്ടത് ഒരല്പം മുളകെടുക്കുക, കൂടാതെ ഉപ്പ്, കടുക് എടുക്കുക. കൂടാതെ ഏതെല്ലാം വ്യക്തികളുടെ തലയ്ക്കൊഴിയുന്നുവോ ആ വ്യക്തികളുടെ എല്ലാം വസ്ത്രത്തിന്റെ ഒരു നൂല് കൂടി എടുക്കുക. ശേഷം വീടിന്റെ പുറത്ത് വെച്ച് നിങ്ങൾ കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്ക് ഓരോ വ്യക്തികളുടെയും തലയ്ക്ക് ഒഴിയുക. 3 വട്ടം നിങ്ങൾ ഒഴിയണം. ഇങ്ങനെ എല്ലാ വ്യക്തികളുടെയും തലയ്ക്ക് അല്ലെങ്കിൽ 3 വട്ടം ഒഴിഞ്ഞതിന് ശേഷം വീടിന്റെ പുറത്തിറങ്ങി വീടിനെ 3 തവണ ഒഴിയുക. ശേഷം പ്രത്യേകമായി വീടിന്റെ പുറത്ത് വച്ച് തന്നെ കത്തിച്ച് കളയുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങൾ പാചകം ചെയ്യുന്നതായ അടുപ്പിലിട്ട് കത്തിക്കാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷം നൽകുന്നതായ കാര്യമാകുന്നു. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ ദൃഷ്ടിദോഷം നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. അതിനാൽ തീർച്ചയായും നാളെ ഈ കാര്യം പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ചെയ്യുക. പ്രത്യേകിച്ചും വിളക്ക് തെളിയിച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും വിശേഷം.